بعد ഞാൻ പറഞ്ഞ ദുറൂസുൽ അറബിയ പഠിതാക്കളെ വഹ്മിന്റെ അനുഗ്രഹത്താൽ റമദാന് ശേഷം നമ്മൾ ദുറൂസുൽ ലുഗ വീണ്ടും ആരംഭിക്കുകയാണ്. അതിൽ പുതിയ പിന്നെ രണ്ടാമത്തെ മൊഡ്യൂള് അതിൽ നമ്മൾ ഓരോ ഇതുവരെ പഠിച്ച മുഴുവൻ കാര്യങ്ങളുടെയും ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു. അതിനുശേഷം 21ാമത്തെ പാഠം നമ്മൾ തുടങ്ങി വെച്ചു. അവിടെ ലം എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ലം യഹ്ദുർ അല്ലെങ്കിൽ ലം യഹ്ദുറു എന്നൊക്കെ വരുമ്പോഴുള്ള നിയമങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, പിന്നെ മനസ്സിലാക്കുകയുണ്ടായി. അതിൽ പേജ് നമ്പർ 145 നമ്മൾ പിന്നെ എത്തി നിൽക്കുന്നത്. അബ്ബാസ് പിന്നെ പറഞ്ഞു കസീറുൻ മിന തുല്ലാബ് ലം യഫ്ഹമു ഹാദാ, ഒരുപാട് കുട്ടികൾക്ക് എന്ത് ചെയ്തിട്ടില്ല, ഇത് മനസ്സിലായിട്ടില്ല. ഹസന് പറയുന്നു സഅൽതു അഖവാതി അല്ലാഇ യദ്റുസ്ന ഫിൽ മദ്റസത്തി الثانوية അൻ ഹാദാ വലം യഅരിഫ്ന. സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ഹൈസ്കൂളിൽ പഠിക്കുന്ന എൻ്റെ സഹോദരിമാരോട് ചോദിച്ചു, ഓർക്കും ഇതെന്തിയിട്ടില്ല, മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അധ്യാപകൻ വിവരിച്ചു കൊടുക്കുന്ന ആ ഭാഗത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എത്തി നിൽക്കുന്നത്. سأشرح لكم هذه الدرس مرة أخرى الآن. اسمعوا الجملة الاسمية هي الجملة التي أولها اسم، نحو السيارة جميلة، حامد مريض، آمنة مجتهدة. فكل جملة من هذه الجمل أولها اسم وهو مبتدأ، والاسم الثاني وهو الخبر. المبتدأ والخبر مرفوعان എന്നുള്ളതാണ്. എന്നിട്ട് അഫഹിംതും നിങ്ങൾക്ക് മനസ്സിലായോ എന്നെന്ത് ചെയ്യണം, ഇവിടെ അധ്യാപകൻ ചോദിക്കുകയാണ് ഉണ്ടായത്. അപ്പോ ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തെത്തിയത്. അപ്പൊ പിന്നെ വിദ്യാർത്ഥികൾ പറഞ്ഞു നാം, അതെ, ഫഹിംന, ഞങ്ങൾക്ക് മനസ്സിലായി, ജയ്യിദൻ, വളരെ നന്നായി, അതായത് നല്ലപോലെ ഞങ്ങൾക്ക് എന്ത് ചെയ്തു, മനസ്സിലായി എന്നെന്ത് ചെയ്യാണ് പറഞ്ഞു. അപ്പൊ ഇവിടെ സഅശ്റഹു ലക്കും, ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം, ഹാദ ദർസ, ഈ പാഠം, മറത്തൻ ഉഖറ, ഒരു പ്രാവശ്യം കൂടി, അൽ ആൻ, ഇപ്പോൾ. ഇസ്മഉ, നിങ്ങൾ കേൾക്കണം. അൽ ജുംലത്തുൽ ഇസ്മിയ ഹിയ ജുംലത്തു അല്ലതി അവ്വലുഹ ഇസ്മ. ജുംലത്തുൽ ഇസ്മിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആദ്യത്തിൽ എന്തായിരിക്കും, ഒരു ഇസ്മായിരിക്കും. നഹ്വി അല്ലെങ്കിൽ നഹ്വ എന്നൊക്കെ വായിക്കും. പിന്നെ ലൈക്ക് എന്നുള്ള അർത്ഥത്തിലാണ്. അസ്സയ്യാറത്തു ജമീലത്തുൻ, അസ്സയ്യാറത്തു ജമീലത്തുൻ, കാറ് ഭംഗിയുള്ളതാണ്. ഹാമിദുൻ മരീദുൻ, ഹാമിദ് രോഗിയാണ്. ആമിനത്തു മുജ്തഹിദത്തുൻ, ആമിന കഠിനാധ്വാനം ചെയ്യുന്ന അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നവളാണ്. ഫകുല്ലു ജുംലത്തിൻ, എല്ലാ ജുംലവും, മിൻ ഹാദിഹിൽ ജുമലി, ഈ സെന്റൻസിൽപ്പെട്ട എല്ലാ സെന്റൻസും, ജുംലത്ത് എന്ന് പറഞ്ഞ സെന്റൻസ്, പിന്നെ ജുമൽ എന്ന് പറഞ്ഞ അതിന്റെ ജമാണ്. അപ്പോ ഈ സെന്റൻസിൽപ്പെട്ട എല്ലാ സെന്റൻസും അവ്വലുഹ ഇസ്മുൻ, അതിന്റെ ആദ്യത്തിൽ എന്തായിരിക്കും, ഇസ്മായിരിക്കും. വഹുവ മുബ്തദ, അതാണ് മുബ്തദ. വൽ ഇസ്മു അത്താനി, അതിന്റെ രണ്ടാമത്തത് പിന്നെ ഇസ്മായിരിക്കും. ഹുവ അൽ ഖബർ, അതെന്തായിരിക്കും, രണ്ടാമത്തെ ഇസ്മ എന്തായിരിക്കും, അത് ഖബർ ആയിരിക്കും. അൽ മുബ്തദഉ വൽ ഖബറു മർഫൂആനി, മുബ്തദവും ഖബറും എന്താണ്, മർഫൂആണ്. അഫഹിംതും, നിങ്ങൾക്ക് മനസ്സിലായോ എന്നാണ്. അപ്പോ വിദ്യാർത്ഥികൾ പറഞ്ഞു നഅം, അതെ, ഫഹിംനാഹു, ഞങ്ങൾക്കത് മനസ്സിലായി, ജയ്യിദൻ, വളരെ നന്നായിട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്തു, മനസ്സിലായി. അപ്പൊ അബ്ബാസ് പറയാണ് അന ലമ്മ അഫ്ഹം, അന്ന ലമ്മ അഫ്ഹം എന്നുള്ളതാണ്. ഇവിടെ ലമ്മ എന്നുള്ളത് നമ്മൾ പഠിക്കുന്ന ഒരു പ്രയോഗമാണ്. ഇതിന്റെ ഈ ലമ്മയുമായി ബന്ധപ്പെട്ട കുറച്ച് നിയമങ്ങൾ ഞാൻ പറയാം. അതാണ് ഇൻഷാ അല്ലാഹ് പ്രധാനമായും ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്.
അപ്പൊ അത് പിന്നെ ഒന്ന് എഴുതി എടുക്കുന്നത് നന്നായിരിക്കും. പിന്നെ ബുക്ക് മുന്നിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഞാൻ അതിന്റെ ഓരോ ഫോമുകൾ പറഞ്ഞു പോവാം. അത് എഴുതി വെക്കുക, പിന്നീട് ഒന്ന് ഇരുന്ന് വായിക്കാം. ലമ്മ എന്നത് വ്യത്യസ്ത അർത്ഥങ്ങളിൽ ഉപയോഗിക്കും എന്നുള്ളതാണ് ഒന്നാമത്തേത്. ലമ്മ എന്നുള്ളത് വ്യത്യസ്ത അർത്ഥങ്ങളിൽ ഉപയോഗിക്കും. പ്രധാനമായും മൂന്ന് അർത്ഥങ്ങളിലാണ് അത് ഉപയോഗിക്കുക. പ്രധാനമായും മൂന്ന് അർത്ഥങ്ങളിലാണ് ഉപയോഗിക്കുക. ലമ്മ എന്നുള്ളത് വ്യത്യസ്ത അർത്ഥങ്ങളിൽ ഉപയോഗിക്കും. പ്രധാനമായും മൂന്ന് അർത്ഥങ്ങളിലാണ് ഉപയോഗിക്കുക. ഫിഅലു മാദിയുടെ മുമ്പാണ് ലമ്മ വരുന്നത് എങ്കിൽ, ഫിഅലു മാദിയുടെ മുമ്പാണ് ലമ്മ വരുന്നത് എങ്കിൽ അതിന്റെ അർത്ഥം ഈ സമയത്ത് എന്നൊക്കെ ആയിരിക്കും. ഹീന എന്നൊക്കെ അറബിൽ പറയും. ഹീന, സമയത്ത്. ഉദാഹരണം പറയാം. സമയത്ത് എന്നുള്ളൊരു അർത്ഥമാണ് ലമ്മ എന്ന് വന്നു കഴിഞ്ഞാൽ വരിക. ലമ്മ എന്നുള്ളത് ഫിഅലു മാദിയുടെ മുമ്പാണ് ലമ്മ വരുന്നത് എങ്കിൽ, ഫിഅലു മാദിയുടെ മുമ്പാണ് ലമ്മ വരുന്നത് എങ്കിൽ അതെന്തായിരിക്കും? സമയത്ത് എന്ന അർത്ഥമാണ് ഉണ്ടാവുക. സമയത്ത്, അല്ലെങ്കിൽ പിന്നെ നമ്മൾ പറയില്ല ആ സമയത്ത് എന്നൊക്കെ പറയില്ല, ആ പ്രയോഗത്തില് ഹീന എന്നാണ് അറബിയിൽ പറയാം. ഉദാഹരണം, ലമ്മ ജാഅഹും. ലമ്മ ജാഅഹും. ലമ്മ ജാഅഹും, അവർക്ക് വന്നെത്തിയ സമയത്ത്. ലമ്മ ജാഅഹും എന്ന് പറഞ്ഞാൽ അവർക്ക് വന്നെത്തിയ സമയത്ത്. അവിടെ സമയത്ത് എന്നുള്ളതിനാണ് ലമ്മ എന്ന് പറയാം. ലമ്മ ജാഅഹും, അവർക്ക് വന്നെത്തിയ സമയത്ത്. ഇൻഷാ അല്ലാഹ് അതിന്റെ അതെങ്ങനെയാണ്, എന്താണെന്നുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. ലമ്മയുമായി ബന്ധപ്പെട്ട ഫിഅലു മാദിയിൽ വരുന്നത് ഇൻഷാ അല്ലാഹ് നമ്മൾ പിന്നീട് പഠിക്കും. ജസ്റ്റ് ഒന്ന് നമ്മൾ ഇത് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. ഫിഅലു മാദിയുടെ മുമ്പാണ് ലമ്മ വരുന്നത് എങ്കിൽ അതിന്റെ അർത്ഥം സമയത്ത്, ഹീന എന്നുള്ള അർത്ഥം ആയിരിക്കും. ഉദാഹരണം, ലമ്മ ജാഅഹും, അവർക്ക് വന്നെത്തിയ സമയത്ത്. അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കേണ്ട മറ്റൊരു കാര്യമാണ്, ലമ്മ എന്നതിന് ശേഷം ഇസ്മു വരുന്ന സാഹചര്യമുണ്ട്, ഷിബു ജുംല വരുന്ന സാഹചര്യങ്ങളും ഉണ്ട്, അല്ലെങ്കിൽ അവസരങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. ലമ്മ എന്നതിന് ശേഷം ഇസ്മു വരുന്ന സാഹചര്യങ്ങളുണ്ട്, ഷിബുഹു ജുംല വരുന്ന അവസരങ്ങളും ഉണ്ട്. ലമ്മ എന്നതിന് ശേഷം ഇസ്മു വരുന്ന സാഹചര്യങ്ങളുണ്ട്, ഷിബുഹു ജുംല വരുന്ന അവസരങ്ങളും ഉണ്ട്. ഇതും ഇൻഷാ അല്ലാഹ് നമ്മൾ പിന്നീട് പഠിക്കും. ഇതും നമ്മൾ പിന്നീട് ആണ് പഠിക്കുന്നത്. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോണത്, ഇങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിന്റെ നിയമങ്ങൾ പറഞ്ഞത്. ആ നിയമങ്ങൾ പിന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അത് പിന്നെ പഠിക്കുന്ന സമയത്ത് ഒന്നുകൂടി എന്ത് ചെയ്യും, പിന്നെ ആ സമയത്ത് നമുക്ക് ഉപയോഗപ്പെടും. ഇനിയിപ്പൊ നമ്മൾ പഠിക്കുന്നത്, ഒരു ഫിഅലു മുദാരിഇന്റെ മുമ്പ് ലമ്മ വന്നാൽ അർത്ഥം എന്താണ് എന്നതിനെ കുറിച്ചാണ്. ഒരു ഫിഅലു മുദാരിഇന്റെ മുമ്പ് ലമ്മ വന്നാൽ അതിന്റെ അർത്ഥം എന്ത് എന്നതാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ഫിഅലു മുദാരിഇന്റെ മുമ്പ് ലമ്മ വന്നാൽ അർത്ഥം എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ലം എന്നുള്ളത് ഫിഅലു മുദാരിഇന്റെ മുമ്പ് വരുന്നത് നമ്മൾ എന്ത് ചെയ്തു, ഈ പാഠത്തിന്റെ തുടക്ക ഭാഗത്തിൽ നമ്മൾ പഠിച്ചു. ലം യഹ്ദുർ, ലം യഹ്ദുറു, ലം യഫ്അൽ എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ലമ്മ എന്നുള്ളതിന്റെ അതിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ടുന്നത്, ലം എന്നത്
ഫിഅല് മുദാരിഇന്റെ മുമ്പ് വരുന്നത് പോലെ തന്നെയാണ് ലമ്മ എന്നത് ഫിഅല് മുദാരിഇന്റെ മുമ്പ് വന്നാൽ. ലം എന്നുള്ളത് ഫിഅല് മുദാരിഇന്റെ മുമ്പ് വരുന്നത് പോലെ തന്നെയാണ് എന്ത് ലമ്മ എന്നത് ഫിഅലു മുദാരിഇന്റെ മുമ്പ് വന്നാൽ. ലം എന്നും ലമ്മ എന്നുള്ളതും ഫിഅലു മുദാരിഇന്റെ മുമ്പ് വന്നാൽ ഒരേപോലെയാണ് എന്നർത്ഥം. ലം എന്നത് ഫിഅലു മുദാരിഇന്റെ മുമ്പ് വരുന്നത് പോലെ തന്നെയാണ്. ലം എന്നത് ഫിഅലു മുദാരിഇന്റെ മുമ്പ് വരുന്നത് പോലെ തന്നെയാണ് ലമ്മ എന്നത് ഫിഅലു മുദാരിഇന്റെ മുമ്പ് വന്നാലും. ലമ്മ എന്നുള്ളത് ഫിഅലു മുദാരിഇന്റെ മുമ്പ് വന്നാലും. അതിലൊന്നുകൂടി ആഡ് ചെയ്യണം ആ പോയിന്റിന്റെ കൂടെ. അർത്ഥത്തിൽ മാത്രമാണ് ചെറിയ വ്യത്യാസം ഉള്ളത്. അർത്ഥത്തിൽ മാത്രമാണ് ചെറിയ വ്യത്യാസം ഉള്ളത്. അതായത് നിയമങ്ങളും കാര്യങ്ങളും ഒന്നു തന്നെ ആയിരിക്കും, പക്ഷെ അർത്ഥത്തിൽ എന്തുണ്ടായിരിക്കും? ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും. ലം എന്നുള്ളതും ലമ്മ എന്നുള്ളതും ഫിഅലു മുദാരിഇന്റെ മുമ്പ് വന്നാൽ ഒരേപോലെ തന്നെയാണ്. ആകെ വ്യത്യാസം ഉണ്ടാവുക എവിടെയാണ്? അർത്ഥത്തിൽ മാത്രം ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോ നിയമങ്ങൾ രണ്ടിന്റെയും മുമ്പ് ഫിഅലു മുദാരിഇന്റെ മുമ്പ് ലമ്മ വന്നാലും ഒന്നാണ്. അർത്ഥാണ് വ്യത്യാസം. അപ്പൊ എന്താണ് നിയമം എന്നുള്ളത് നോക്കാൻ. ഇനി നിയമത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇതുവരെയുള്ളത് ക്ലിയർ ആയിരിക്കും. ആരെങ്കിലും ഒന്ന് പ്രതികരിച്ചാൽ അടുത്തയിലേക്ക് പോവാം. ക്ലിയർ ആണ് സാർ. ഓക്കെ, ഇനി എന്റെ നിയമങ്ങളാണ് പറയണത്. ലം ലമ്മ എന്നത് ഫിഅലു മുദാരിഇനെ ജസ്മ് ചെയ്യും. ലമ്മും ലമ്മയും ഫിഅലു മുദാരിഇനെ എന്ത് ചെയ്യും? ജസ്മ് ചെയ്യും. ലം ലമ്മ എന്നിവ എന്ത് ചെയ്യും? ഫിഅലു മുദാരിഇനെ ജസ്മ് ചെയ്യും. ഉദാഹരണം, യദുറുസു ലം യദുറുസ്. യദുറുസു ലം യദുറുസ്. യദുറുസു ലം യദുറുസ്. ഇവിടെ ജസ്മിയാണ്. ലമ്മക്ക് ഉദാഹരണം, യദുറുസു ലമ്മാ യദുറുസ്. യദുറുസു ലമ്മാ യദുറുസ്. യദുറുസു ലമ്മാ യദുറുസ്. ഓക്കെ, അടുത്തത് ലം ലമ്മ എന്നത് നഫി ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ലം ലമ്മ എന്നത് നഫി ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ലം ലമ്മ എന്നുള്ളത് നഫി ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോ എളുപ്പമാണ്. അതായത് മുദാരിഇന്റെ മുമ്പ് ലമ്മു വന്നാലും ലമ്മ എന്ന് വന്നാലും നിയമം ഒന്നാണ്, അർത്ഥത്തിലാണ് ചെറിയ വ്യത്യാസമുള്ളത്. നിയമം എന്താണ്? രണ്ടും ഫിഅലു മുദാരിഇന്റെ മുമ്പ് വന്നാൽ ജസ്മ് ചെയ്യും. ഇതിന് ഉദാഹരണങ്ങൾ പറഞ്ഞു. ലം യദുറുസ് ലമ്മ യദുറുസ്. അതേപോലെ തന്നെ ലമ്മും ലമ്മയും നഫി ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. ലം എന്നത് ലം എന്നത് ഫിഅലു മുദാരിഇന്റെ മുമ്പ് പ്രയോഗിക്കുമ്പോൾ ലം എന്നത് ഫിഅലു മുദാരിഇന്റെ മുമ്പ് പ്രയോഗിക്കുമ്പോൾ
ലം എന്നത് ഫിഅലു മുദാരിഇന്റെ മുമ്പ് പ്രയോഗിക്കുമ്പോൾ അർത്ഥം ഫിഅലു മാളിയുടെ രൂപത്തിലായി മാറും. അർത്ഥം ഫിഅലു മാളിയുടെ രൂപത്തിലായി മാറും. അർത്ഥം ഫിഅലു മാളിയുടെ രൂപത്തിലായി മാറും. ലം എന്നത് ഫിഅലു മുദാരിഇന്റെ മുമ്പ് പ്രയോഗിക്കുമ്പോൾ അർത്ഥം ഫിഅലു മാളിയുടെ രൂപത്തിലായി മാറും. ലമ്മ എന്നതും അതുപോലെയാണ്. ലമ്മ എന്നതും അതുപോലെയാണ്, ചെറിയ വ്യത്യാസം മാത്രം. ലമ്മ എന്നതും അതുപോലെയാണ്, ചെറിയ വ്യത്യാസം മാത്രം. അതായത് ലം എന്നുള്ളത് ഫിഅലു മുദാരിഇന്റെ മുമ്പ് വരുമ്പോൾ ഫിഅലു മാളിന്റെ രൂപത്തിലായി അർത്ഥം മാറും. ലമ്മയും അതുപോലെ തന്നെയാണ്, പക്ഷെ ചെറിയ വ്യത്യാസം മാത്രമാണ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതാണ് അതിന്റെ നിയമവശം എന്ന് പറയുന്നത്. ലം ലമ്മ എന്നുള്ളതിന്റെ നിയമവശങ്ങൾ, പിന്നെ അല്ലെങ്കിൽ ലമ്മയുടെ നിയമവശം ഇതാണ്. ഇനി അതിന്റെ അർത്ഥത്തിൽ വ്യത്യാസം ഉണ്ടാവുന്ന പറഞ്ഞത്. നിയമങ്ങളൊക്കെ ഒന്നാണ് നമ്മൾ പറഞ്ഞത്, ഇനി അർത്ഥത്തിൽ വ്യത്യാസം ഉണ്ടാവുന്നതാണ് പറഞ്ഞത്. എന്താണ് അർത്ഥത്തിൽ വരുന്ന വ്യത്യാസം? ലം അഫ്ഹം ഉദാഹരണമാണ്. ലം അഫ്ഹം അർത്ഥത്തിൽ വരുന്ന വ്യത്യാസം, അത് ഉദാഹരണത്തിലൂടെയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലം അഫ്ഹം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ല. ലം അഫ്ഹം എനിക്ക് മനസ്സിലായിട്ടില്ല. ഫിഅലു മുദാരിയാണ് അഫ്ഹം എന്നുള്ളത്. അതിന്റെ മുമ്പിൽ ലം എന്ന് വരുമ്പോൾ അതെന്ത് ചെയ്യും? ഫിഅലു മാദിയുടെ അർത്ഥമാണ് കിട്ടുക എന്ന് നമ്മൾ പറഞ്ഞു. അതായത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതേ അർത്ഥം തന്നെയാണ് ലമ്മ എന്ന് വരുമ്പോഴും കിട്ടുന്നത്, പക്ഷെ ചെറിയ വ്യത്യാസമുണ്ട്. എന്താണ് ലമ്മ എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ നോക്കാം. ലമ്മ അഫ്ഹം, ലമ്മ അഫ്ഹം അതാണല്ലോ ഇവിടുത്തെ പ്രയോഗം. ലമ്മ അഫ്ഹം എനിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. എനിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് ഇതുവരേക്കും മനസ്സിലായിട്ടില്ല. അതായത് ഈ സമയം വരെ എനിക്ക് മനസ്സിലായിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു ഹീന എന്നുള്ള അർത്ഥമാണ് കിട്ടുക, ഈ സമയത്ത്, അല്ലെങ്കിൽ ഈ സമയം വരെ മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഒരു ഇനിയും എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്? എക്സ്ട്രാ വരുന്നത്. അതാണ് വ്യത്യാസം. നിയമങ്ങളൊക്കെ ഒന്നാണ്, പക്ഷെ അർത്ഥത്തിൽ ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞത് ആ വ്യത്യാസമാണ്. എനിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. അപ്പൊ അതിൽ നിന്ന് എന്തു മനസ്സിലാക്കാം? ഭാവിയിൽ ഒരു പക്ഷേ മനസ്സിലായേക്കാം എന്ന ഒരു സൂചന അതിലുണ്ട്. ഭാവിയിൽ ഒരുപക്ഷെ മനസ്സിലായേക്കാം എന്നൊരു സൂചന എന്തുണ്ട്? അതിൽ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ലമ്മയും ആ ലമ്മും തമ്മിലുള്ള വ്യത്യാസം. നിയമം ഒന്നാണ്, അർത്ഥത്തിൽ ചെറിയ വ്യത്യാസം. ആ വ്യത്യാസമാണ് ഇപ്പൊ നമ്മള് പറഞ്ഞത്. ഒന്ന് ഐ ഡിഡിൻ അണ്ടർസ്റ്റാൻഡ് എന്ന് അല്ലെ, മറ്റേത് ഐ ഡിഡിൻ അണ്ടർസ്റ്റുഡ് യെറ്റ്. ഇതുവരെ യെസ് യെസ് മനസ്സിലായി. യെസ് യെസ്. ഓക്കെ, അപ്പൊ അബ്ബാസ് ഇവിടെ എന്താ പറയണത്? അന ലമ്മ അഫ്ഹം, എനിക്ക് ഇതുവരെ എന്ത് ചെയ്തില്ല? മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. എനിക്ക് ഇതുവരേക്കും മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. കുൽത്ത, നീ പറഞ്ഞു. കുൽത്ത എന്ന് പറഞ്ഞാൽ നീ പറഞ്ഞു എന്നുള്ളതാണ്. അവിടെ അധ്യാപകനാണ്, അപ്പൊ അവിടെ നിങ്ങൾ അല്ലെങ്കിൽ താങ്കൾ എന്നുള്ളതൊക്കെ അർത്ഥത്തിൽ നമുക്ക് അവിടെ മാറ്റും. നിങ്ങൾ പറഞ്ഞു. ഇന്നൽ മുബ്തദഅ വൽ ഖബറ മർഫൂആനി ഫമാ മഅനൽ മർഫൂഉ. നിങ്ങൾ എന്താ പറഞ്ഞത്? ഇന്നൽ മുബ്തദഅ, തീർച്ചയായും മുബ്തദഅ, വൽ ഖബറ, ഖബറും, മർഫൂആനി, അവ രണ്ടും റഫ്അ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞു. ഫമാ മഅനൽ മർഫൂഉ, എന്താണ് മർഫൂ എന്ന് പറഞ്ഞാൽ റഫ്അ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? അതാണ് ആർക്ക് മനസ്സിലാവാത്തത്?
അബ്ബാസിന് മനസ്സിലാവാത്തത്. എനിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ മർഫു എന്താന്നുള്ളതാണ് എന്ത് ചെയ്യാത്തത്, മനസ്സിലാവാത്തത്. വൽ മുദർരിസ്, അധ്യാപകൻ പറയാണ്, അൽ മർഫൂ ഹുവൽ ഇസ്മുൽ ലദീ ഫീ ആഖിരിഹി ളമ്മത്തുൻ. അൽ മർഫൂ, മർഫൂ എന്ന് പറഞ്ഞാൽ ഹുവ അത്, അൽ ഇസ്മു അതൊരു ഇസ്മാണ്, അല്ലദീ എങ്ങനെയുള്ള, ഫി ആഖിരിഹി അതിന്റെ അവസാനത്തിൽ എന്തായിരിക്കും, ളമ്മത്തുൻ ളമ്മ ആയിരിക്കും. അപ്പൊ അവസാനത്തിൽ ളമ്മുള്ളതായ ഒരു ഇസ്മാണെന്ത്, മർഫൂ എന്ന് പറഞ്ഞാൽ. നഹ്വ അൽ മുദർരിസു, അൽ കിതാബു, അൽ ബാബു. അവിടെ ഉദാഹരണം കൊടുക്കുകയാണ്. അൽ മുദർരിസു, മുദർരിസ് എന്നുള്ളത് ഒരു ഇസ്മാണ്, അതിന്റെ അവസാനത്തിൽ റഫ് ആണ്. അൽ കിതാബു അതുപോലെ തന്നെയാണ്, അൽ ബാബു അതുപോലെ തന്നെയാണ്. അപ്പൊ ഇതാണ് മർഫൂ എന്ന് പറഞ്ഞാൽ. അപ്പൊ അവിടെ പിന്നെ അബ്ബാസ് പറയാണ്, അൽ ആന ഫഹിംതു, അൽ ആന ഫഹിംതു, ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ഇപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പൊ അവിടെ ലമ്മ അഫ്ഹം, എനിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെ എന്തുകൂടി ഉണ്ട്, ഭാവിയിൽ ഒരു പക്ഷെ മനസ്സിലാകാൻ പിന്നെ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മനസ്സിലായേക്കാം എന്ന സൂചന അതിലുണ്ട്. അപ്പൊ ഒന്നുകൂടി ക്ലിയർ ചെയ്ത് കൊടുത്തപ്പോ എന്തായി, അത് മനസ്സിലായി. അൽ ആന ഫഹിംതു, എനിക്കിപ്പോൾ മനസ്സിലായി. അൽ മുദർരിസ്, അധ്യാപകൻ പറയാണ്, അമ്മൽ ജുംലത്തുൽ ഫിഅലിയ്യതു ഫഹിയൽ ജുംലത്തുല്ലതി അവ്വലുഹാ ഫിഅലുൻ. നഹ്വ ദഖലൽ മുദർരിസു ഖാലൽ മുദീറു യക്തുബു ത്വാലിബു ഫഹിയ കുല്ലി ജുംലത്തിൻ. അവിടെ കുല്ല എന്നുള്ളതാണ് തെറ്റാണ്, കുല്ലി എന്നാക്കണം. ഫഫി കുല്ലി ജുംലത്തിൻ മിൻ ഹാദിഹിൽ ജുമലി كلمتان الكلمة الأولى فعل والكلمة الثانية اسم وهذا الاسم الذي يأتي بعد الفعل اسمه الفاعل. الفاعل مرفوع أفهمتم എന്നാണ്. അപ്പോ അമ്മൽ ജുംലത്തു അൽ ഫിഅലിയ, എന്നാൽ ജുംലത്തുൽ ഫിഅലിയ, അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ എന്നുള്ള അർത്ഥമാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അമ്മ എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യും, ഒരു ഫ അതിനുശേഷം കാത്തിരിക്കുന്നുണ്ടാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അമ്മ എന്ന് വന്നാൽ അതിനുശേഷം എന്ത് കാത്തിരിക്കുന്നുണ്ടാകും, ഒരു ഫ കാത്തിരിക്കുന്നുണ്ടാവും. അവിടെയാണ് ഇവിടെ അമ്മൽ ജുംലത്തുൽ ഫിഅലിയ ഫഫീ ജുംലത്തു, ഫഫിൽ ജുംലത്തു, അവിടെ ഫ എന്നുള്ളത് അവിടെ ഉണ്ട്. ഇപ്പോ പിന്നെ വിശുദ്ധ ഖുർആനിൽ കാണാം, പിന്നെ എന്താണ്, ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ وأما السائل فلا تنهر وأما بنعمة ربك فحدث. അവിടെയൊക്കെ എന്തുണ്ട്, ഫാഹ് ഉണ്ട്. അമ്മൽ യതീമ ഫലാ തഖ്ഹർ وأما السائل فلا تنهر وأما بنعمة ربك فحدث എന്നുള്ളത്. അപ്പൊ അവിടെ അമ്മ വന്നു കഴിഞ്ഞാൽ ശേഷം എന്തുണ്ടാകും, ഒരു ഫാഹ് ഉണ്ടാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോ അമ്മൽ ജുംലത്തുൽ ഫിഅലിയ, ജുംലത്തുൽ ഫിഅലിയ എന്ന് പറഞ്ഞാൽ ഫഹിയൽ ജുംലത്തുല്ലതി അവ്വലുഹാ ഫിഅലുൻ, അതെങ്ങനെയുള്ള ജുംലയാണ്, സെന്റൻസ് ആണ്. അല്ലതി അവ്വലുഹ, അതിന്റെ ആദ്യത്തിലായിരിക്കും ഫിഅലുൻ, നഹ്വ ഉദാഹരണത്തിന് ഖാലൽ മുദർരിസു, ഖാലൽ മുദർരിസു, ദഖലൽ മുദർരിസു, അധ്യാപകൻ പ്രവേശിച്ചു. ഖാലൽ മുദീറു, അതേപോലെ തന്നെ മാനേജർ പിന്നെ പറഞ്ഞു. യക്തുബു ത്വാലിബു, യക്തുബു ത്വാലിബു, വിദ്യാർത്ഥി എഴുതി. അവിടെ എന്താണ്, ആദ്യം ദഖല എന്നുള്ളത് ഫിഅലാണ്, ഖാല എന്നുള്ളത് ഫിഅലാണ്, യക്തുബു എന്നുള്ളത് ഫിഅലാണ്. അതാണ് പറഞ്ഞത് അവ്വലുഹ ഫിഅലുൻ. ഫഫി കുല്ലി ജുംലത്തിൻ, എല്ലാ ജുംലയിലും, മിൻ ഹാദിഹിൽ ജുമലി, പിന്നെ ഈ സെന്റൻസിലെ എല്ലാ സെന്റൻസുകളിലും, കെലിമതാനി, രണ്ട് കെലിമത്തുകളുണ്ട്. അൽ കെലിമത്തുൽ ഊല, ഒന്നാമത്തെ കെലിമത്ത്, ഒന്നാമത്തെ പിന്നെ വാക്ക്. അവിടെ അൽ ഊല എന്ന് പറയാൻ കാരണം അതിന്റെ മുമ്പുള്ളത് മുഅന്നസ് ആയതുകൊണ്ടാണ്. അത് മുദക്കർ ആണെങ്കിൽ പിന്നെ അൽ അവ്വൽ എന്നുള്ളതാണ് പറയാം. പക്ഷെ ഇവിടെ മുഅന്നസ് ആയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ അൽ കലിമത്തുൽ ഊല എന്ന് പറയുന്നത്.
അപ്പോ അൽ കലിമത്തുൽ ഊല ഒന്നാമത്തെ സെന്റൻസ് അല്ലെങ്കിൽ ഒന്നാമത്തെ വാക്ക് ഫിഅലുൻ ഫിഅലാണ്. വൽ കലിമത്തു സാനിയതു ഇസ്മുൻ രണ്ടാമത്തെ പദം എന്ന് പറയുന്നത് ഏതാണ്? അത് ഇസ്മു ആണ്. വഹാദൽ ഇസ്മുല്ലദീ യഅതി ബഅദൽ ഫിഅലി ഇസ്മുഹു. വഹാദൽ ഇസ്മു ആ ഈ ഇസ്മു അല്ലദീ എങ്ങനെയുള്ളത്? യഅതി ബഅദൽ ഫിഅലി ഇസ്മുഹു ഫിഅലിന്റെ ശേഷം വരുന്ന ഇസ്മ അതെങ്ങനെയുള്ളതാണ്? അതിൽ അൽ ഫാഇൽ അതെന്താണ്? ഫാഇലാണ്. അതായത് പിന്നെ ഫിഅലിന്റെ ശേഷം വരുന്ന ഇസ്മ അത് അതിനെന്താ പറയാ? ഫാഇൽ എന്നാണ് പറയാ. അൽ ഫാഇലു മർഫൂഉൻ ഫാഇൽ എപ്പോഴും എന്തായിരിക്കും? മർഫൂഅ് ആയിരിക്കും. അഫഹിംതും നിങ്ങൾക്ക് മനസ്സിലായോ എന്നെന്ത് ചെയ്യാണ്? ചോദിക്കാൻ. അപ്പൊ തുല്ലാബ് വിദ്യാർത്ഥികൾ പറഞ്ഞു നഅം ഫഹിംന വൽഹംദുലില്ലാ. ഫഹിംന ഞങ്ങൾക്ക് മനസ്സിലായി, വൽഹംദുലില്ലാ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. അലി അലി വീണ്ടും പറയാണ് യാ ഉസ്താദു അല്ലേ ഉസ്താദെ. ഖുൽത ഖുൽത എന്ന് പറഞ്ഞാൽ നീ പറഞ്ഞു. ഇവിടെ ഉസ്താദ് ആയതുകൊണ്ട് നിങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞു. ഖബല യൗമൈനി ഇന്നൽ കലിമത സലാസതു അഖ്സാമിൻ മാ ഹിയ അന നസീതുഹാ. ഖുൽത നിങ്ങൾ പറഞ്ഞു. ഖബല യൗമൈൻ 2 ദിവസം മുമ്പ്. ഇന്നൽ കലിമത തീർച്ചയായും പദങ്ങൾ. സലാസതു അഖ്സാം 3 ഇനങ്ങളുണ്ട്, 3 ടൈപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു. മാ ഹിയ അത് ഏതൊക്കെയാണ്? അന നസീതുഹാ ഞാനത് മറന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഖബല എന്നുള്ളത് ദർഫാണ്. ഖബല എന്നുള്ളത് ദർഫാണ്. യൗമൈനി യൗമൈനി എന്നുള്ളത് മുദാഫുൻ ഇലൈഹി മജ്റൂറുൻ വഅലാമതു ജർരിഹി എന്തായിരിക്കും? വഅലാമതു ജർരിഹി അൽയാ. യാ മുസന്നയാണ് അല്ലെ? യൗമൈൻ എന്നുള്ളത് മുസന്നയാണ്. വഅലാമതു ജർരിഹി അൽയാ ഫഅൽ പിന്നെ മുദാഫുൻ ഇലൈഹി മജ്റൂർ വഅലാമതു ജർരിഹി അൽയാ. മാ ഹിയ അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോ പിന്നെ ഇന്നൽ കലിമത്ത് സലാസതു അഖ്സാം കലിമത്ത് പദങ്ങൾ എന്ന് പറഞ്ഞ 3 ഇസ്മുകളാണ്, 3 ഇനങ്ങൾ എന്ന് പറഞ്ഞു. മാ ഹിയ അത് ഏതാണ്? അന നസീതുഹാ നസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മറന്നു. നസീതു ഞാൻ മറന്നു. നസീതുഹാ അത് ഞാൻ മറന്നു എന്നുള്ളതാണ്. അപ്പൊ അധ്യാപകൻ പറയണ മുദരിസ് മൻ യഅരിഫു ഹാദാ മൻ യഅരിഫു ഹാദാ ആർക്കാണ് ഇത് അറിയുന്നത്? ആർക്കാണ് ഈ 3 ഖിസ്മുകളെ കുറിച്ച് 3 ഇനങ്ങളെ കുറിച്ചിട്ട് അറിയുന്നത്? ഹാഷിം പറഞ്ഞു അന ഞാനാണ്. അഖ്സമു അൽ കലിമത്ത് അഖ്സമുൽ കലിമത്തി അൽ ഇസ്മു വൽ ഫിഅലു വൽ ഹർഫ്. അഖ്സാമുൽ കലിമ അഖ്സാമുൽ കലിമ പിന്നെ പദങ്ങളുടെ 3 ഇനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതൊക്കെയാണ്? അൽ ഇസ്മു ഒന്ന് ഇസ്മാണ്, വൽ ഫിഅലു ഫിഅലാണ്, വൽ ഹർഫു ഹർഫാണ്. പിന്നെ മുദരിസ് അധ്യാപകൻ പറയാണ് ഹാതി മസലൻ ലികുല്ലി വാഹിദിൻ മിൻഹാ യാ അംറു. ഹാതി കൊണ്ടുവരൂ എന്നുള്ളത്, അല്ലെങ്കിൽ പിന്നെ പറയൂ അല്ലെങ്കിൽ എഴുതൂ എന്നുള്ള. മസലൻ ഉദാഹരണം, ലികുല്ലി വാഹിദിൻ എല്ലാ ഓരോന്നിനും, മിൻഹ ഇതിൽ നിന്ന്, യാ അംറു അംറെ ഇതിന് ഈ 3 എണ്ണത്തിന് ഇസ്മിനും ഫിഅലിനും ഹർഫിനും ഉദാഹരണം എന്ത് ചെയ്യണം? പറയണം അല്ലെങ്കിൽ എഴുതണം എന്ന് എന്ത് ചെയ്യണം? അധ്യാപകൻ ഇതിനോട് പറയണം. ഇവിടെ ഐന് മീമ് റാ കഴിഞ്ഞിട്ടൊരു വാവുണ്ട്. അമ്രു എന്ന് വായിക്കാനില്ല, അമ്ര എന്ന് വായിക്കാനാണ്. കാരണം ആ വാവുണ്ട് ഒഴിവാക്കിയ ഉമർ എന്നൊക്കെ വായിക്കും. അത് അമ്ര എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഒരു വാവ് ഇടുന്നത്. നമ്മൾ മുന്നേ സൂചിപ്പിച്ചു. അൽ ഇസ്മു അമ്ര പറയാണ്. അൽ ഇസ്മു എന്ന് പറഞ്ഞാൽ നഹ്വ കിതാബുൻ കിതാബുൻ വഖലമുൻ വതാലിബുൻ വറജുലുൻ വമുദർരിസുൻ. ഇതൊക്കെ ഇസ്മാണ്. കിതാബ് പുസ്തകം, പേന, വിദ്യാർത്ഥി, മനുഷ്യൻ, അതേപോലെ തന്നെ അധ്യാപകൻ എന്നുള്ളതൊക്കെ എന്താണ്? ഇസ്മാണ്. വൽ ഫിഅലു ഫിഅൽ എന്ന് പറഞ്ഞാൽ നഹ്വ ഖറജ വസജദ വയജ്ലിസു വയഗ്സിലു വക്തുബ് വഖറ. ഇതൊക്കെ എന്താണ്? ഫിഅലാണ്. ഖറജ സജദ അല്ലെ, പുറപ്പെട്ടു, സുജൂദ് ചെയ്തു എന്നൊക്കെ ഫിഅലു മാദിക്ക് ഉദാഹരണമാണ് അത്, ഖറജ സജദ എന്നുള്ളത്. അതേപോലെ തന്നെ പിന്നെ വയജ്ലിസു വയഗ്സിലു
യജ്ലിസു പിന്നെ ഇരിക്കുന്നു, യഗ്സിലു കുളിക്കുന്നു എന്നുള്ളത് ഫിഅലു മുദാരിഇന്റെ ഉദാഹരണങ്ങളാണ്. ഫിഅലു മുദാരിഇന്റെ ഫിഅലുകളാണ്. വക്തുബ് വഖറ, വക്തുബ് എഴുത്, വഖറ വായിക്ക് എന്നുള്ളത് ഫിഅലു അംറിന്റെ ഉദാഹരണങ്ങളാണ്. അപ്പോൾ 3 ഉദാഹരണങ്ങളും ഫിഅലു മാദി മുദാരി അംർ എന്ത് ചെയ്തു ഇവിടെ കൊണ്ടുവന്നു. والحرف نحو في وإلى ومن ونعم ولا ولن ولم والسين كما في سآكل. എന്താണ് ഫിഅലു ഹർഫിന് എന്ത് ചെയ്യണം, ഉദാഹരണം കൊണ്ടുവരാണ്. അവിടെ എന്ത് ചെയ്തു, ഫി ഇല മിൻ. ഫി ഇല മിൻ എന്നുള്ളത് എന്താണ്, ഹർഫു ജറാണ്. ഹർഫു ജറാണ്, നമുക്ക് അറിയുന്നതാണ്, നമ്മൾ ഒരുപാട് ഉദാഹരണങ്ങൾ പഠിച്ചതാണ്. ഫി ഇല, അതേപോലെ തന്നെ മിൻ എന്നുള്ളത് ഹർഫു ജർ. പിന്നെ എന്തുള്ളത്, നഅം ല. നഅം ല എന്നുള്ളത് ഹർഫു ജവാബാണ്, ഉത്തരത്തിന്റെ ഹർഫാണ്, ഹർഫു ജവാബാണ്. നഅം ല എന്നുള്ളത് ഹർഫു ജവാബ്. പിന്നെ ലം എന്നുള്ളത് ഹർഫു നസ്ബാണ്, നസ്ബിന്റെ ഹർഫാണ്. ലൻ എന്നുള്ളത് ഹർഫു നസ്ബാണ്. പിന്നെ ലം, ലം എന്നുള്ളത് ഹർഫു ജസ്മാണ്. ലം എന്നുള്ളത് ഹർഫു ജസ്മ് ആണ്. ആദ്യം പറഞ്ഞത് ലെമ്മൻ അല്ലേ? ലെന്നാണ്, ലെന്ന്, ഓക്കെ. ലെൻ. അതിനു മുന്നേ ലം ലമ്മ ഹർഫ് ജവാബാണെന്നല്ല പറഞ്ഞ. ഫി, ഞാൻ ഒന്നുകൂടി പറയാം, ഫി ഇല മിൻ. ഫി ഇല മിൻ അത് ഹർഫു ജർ, ഹർഫു ജർ. നഅം ല, നഅം ല എന്നുള്ളത് ഹർഫു ജവാബ്, ഉത്തരം കൊടുക്കുന്ന ഹർഫുകളാണ്, ഹർഫു ജവാബ്. നഅം ല എന്നുള്ളത് ഹർഫു ജവാബ്. മറ്റേത് ലൻ, ലൻ, ലെന്നാണ്. നിങ്ങൾ ബുക്ക് തുറന്നു വെച്ചാൽ നിങ്ങൾക്ക് അതിൽ മനസ്സിലാവും. പേജ് നമ്പർ 146. ലൻ എന്നുള്ളത് ഹർഫുൻ നസ്ബാണ്, ഹർഫുൻ നസ്ബ്. ലൻ എന്നുള്ളത് ഹർഫുൻ നസ്ബ്. അടുത്തത് ലം, എന്നാണ് പറഞ്ഞത്. ഇനി ലം, ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹർഫു ജസ്മാണ്. ലം എന്നുള്ളത് ഹർഫു ജസ്മ്. പിന്നെ ഉള്ളത് സീനാണ്. സീൻ എന്നുള്ളത് ഹർഫുൽ ഇസ്തിഖ്ബാൽ. സീൻ എന്നുള്ളത് ഹർഫുൽ ഇസ്തിഖ്ബാൽ. അതായത് ഒരു കാര്യം ഭാവിയിൽ ചെയ്യും എന്നുള്ളതിന് അതിന് ഉദാഹരണം കൊടുത്തു. കമാഫി സആകുലു, ഞാൻ തിന്നു. സആകുലു, ഞാൻ തിന്നു എന്നുള്ളതാണ്. അപ്പൊ അമ്ര അവിടെ 3 എണ്ണത്തിന് എന്ത് ചെയ്തു, ഉദാഹരണം പറഞ്ഞു. അൽ മുദർരിസ്, അധ്യാപകൻ പറയുന്നു, അഹ്സൻത യാ അമ്രു. അഹ്സൻത യാ അമ്രു, അമ്ര വെരി ഗുഡ് എന്നെന്ത് ചെയ്യാണ്, പറയാണ്. ഇസ്തരീഹു ഖലീലൻ. ഇസ്തരീഹു ഖലീലൻ. ഇസ്തരീഹു ഖലീലൻ. നിങ്ങൾ കുറച്ച് എന്ത് ചെയ്തോളി, റെസ്റ്റ് എടുക്കി, അല്ലെങ്കിൽ കുറച്ചു നേരം അവിടെ വെറുതെ ഇരിക്കുക, ആശ്വാസം എന്താക്കുക. അതായത് റാഹത്ത് എന്നുള്ളതിനാണ് ഇത് വന്നിട്ടുള്ളത്. റാഹത്തുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശ്വാസം എന്നൊക്കെയാണ് അർത്ഥം. റാഹത്തുൻ ആശ്വാസം. അത് റൗഹുൻ എന്നതിൽ നിന്നാണ് റാഹത്ത് എന്ന് വന്നിട്ടുള്ളത്. റൗഹുൻ എന്നുള്ള അതിൽ നിന്നാണ് എന്ത് വന്നിട്ടുള്ളത്, റാഹത്ത് എന്ന് വന്നിട്ടുള്ളത്. റൗഹുൻ എന്നുള്ളതിൽ നിന്നാണ് റാഹത്ത് വന്നിട്ടുള്ളത്. അതിനാണ് ഇസ്തരീഹു എന്നുള്ളത്. ഇപ്പൊ ഖുറാനിൽ കാണാം, വറൗഹുൻ വറൈഹാനുൻ വജന്നതു നഈം എന്ന് ഖുറാനിൽ കാണാം. വറൗഹുൻ വറൈഹാനുൻ
വജന്നതു നഈം, അവിടെ ആശ്വാസം കൊള്ളുക എന്നുള്ള അർത്ഥമാണുള്ളത്. ഇപ്പൊ റൗഹുൻ എന്നുള്ളതിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അതിന്റെ ഫിഅൽ അംറാണ്. റൗഹുൻ എന്നുള്ളതിന്റെ ഫിഅൽ അംറാണ്. പിന്നെ ഇസ്തരിഹ് എന്നുള്ളത്. ഇസ്തരിഹ് എന്നുള്ളത് ഇസ്തറാഹ അല്ലെങ്കിൽ ഇസ്തിറാഹ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. റെസ്റ്റ് ഹൗസ് എന്നൊക്കെ പറയും. ഇസ്തിറാഹ, റെസ്റ്റ് ഹൗസ് എന്നൊക്കെ പറയും. അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കണതിന് ഇസ്തറാഹ എന്നൊക്കെ പറയും. അത് ഇസ്തഫഅല വസിലാണ് വന്നിട്ടുള്ളത്. ഇസ്തഫഅല വസിനാണ് ഇസ്തറാഹ എന്നുള്ളത്. അതിന്റെ ഫിഅൽ അംർ ഇസ്തരിഹ് എന്നാണ്. ഇസ്തരിഹ്, ഇപ്പൊ അറബികളൊക്കെ പറയും ഇസ്തിരിഹ് ഇസ്തിരിഹ് എന്നാണ്. ഇരിക്കുന്നുള്ള, റെസ്റ്റ് എടുക്കുന്നുള്ള. അത് ഒരാളോട് പറയുമ്പോൾ അത് ജമ ആവുമ്പോഴാണ് എന്തുണ്ടാവും? ഇസ്തരീഹു, ഇസ്തരീഹു എന്നുള്ളതാണ്. ഇസ്തരീഹു ഖലീലൻ, നിങ്ങൾ എന്ത് ചെയ്യും? കുറച്ച് റെസ്റ്റ് എടുക്കുക. نبدأ الدرس الجديد في الحصة القادمة. نبدأ നമുക്ക് തുടങ്ങാം. الدرس الجديد പുതിയ പാഠം. ഫിൽ ഹിസ്സത്തിൽ ഖാദിമ, ഹിസ്സ എന്ന് പറഞ്ഞ പീരീഡ്, അൽ ഖാദിമ പിന്നെ വരുന്ന അടുത്ത പീരീഡ് അല്ലെങ്കിൽ നെക്സ്റ്റ് പീരീഡ് അല്ലെങ്കിൽ അടുത്ത പീരീഡ് അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലുള്ള ഇതേ പീരീഡ് നമുക്ക് എന്ത് ചെയ്യാം? പിന്നെ പുതിയ പാഠം തുടങ്ങാം എന്നാണ്. അപ്പൊ അദ്ദർസ എന്നുള്ളതിന്റെ നഅത്താണ് പിന്നെ അൽ ജദീദ എന്നുള്ളത്. അൽ ഹിസ്സ എന്നുള്ളതിന്റെ നഅത്താണ് അൽ ഖാദിമത എന്നുള്ളത്. ഫിൽ ഹിസ്സത്തിൽ ഖാദിമതി, ഫിൽ ഹിസ്സത്തിൽ ഖാദിമതി എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ കുറച്ചു നേരം വെറുതെ ഇരുന്നോളി. എന്ത് ചെയ്യാം? അടുത്തൊരു പീരീഡ് പുതിയ പാഠം തുടങ്ങാം എന്നുള്ളത് പറയാം. അപ്പൊ ഹാഷിം പറയാണ്, അറജഅൽ മുദീറു മിൻ മക്കത യാ ഉസ്താദു. അറജഅൽ മുദീറു, അറജഅ മടങ്ങിയോ, അൽ മുദീറു മുദീർ മടങ്ങിയോ, മിൻ മക്കത മക്കയിൽ നിന്ന്. മക്കത എന്ന് പറയാൻ കാരണം അത് പിന്നെ മംനൂഉ മിന സർഫിൽ പെട്ടത് കൊണ്ടാണ് മക്കത എന്ന് പറഞ്ഞത്. മിൻ എന്നുള്ള ഹർഫിൽ ജറിന് ശേഷം നമ്മൾ പഠിച്ചതാണ്. മിൻ മക്കത യാ ഉസ്താദു, ഉസ്താദെ മക്കയിൽ നിന്ന് മുദീർ എന്ത് ചെയ്തോ? മടങ്ങിയോ എന്നുള്ളതാണ്. അപ്പോ അധ്യാപകൻ പറഞ്ഞു ലമ്മ, എന്ത് ചെയ്യില്ല, പിന്നെ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? മടങ്ങിയിട്ടില്ല. പിന്നെ മടങ്ങാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. മടങ്ങാൻ എന്തുണ്ടാവും? സാധ്യതയുണ്ട്. സയർജിഉ ബഅദ യൗമൈനി ഇൻഷാ അല്ലാഹ്. സയർജിഉ മടങ്ങും, ബഅദ യൗമൈൻ 2 ദിവസങ്ങൾക്ക് ശേഷം ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ. ഇപ്പൊ ലമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഇല്ല, ഇനി എന്ത് ചെയ്യാം? അതിന് ചാൻസ് ഉണ്ട് എന്നാണ്. ഇപ്പൊ ഖുറാനിൽ സൂറത്ത് ഹുജറാത്തിൽ കാണാൻ കഴിയും, ഖാലത്തിൽ അഅറാബു ആമന്ന, അറാബികൾ പറഞ്ഞു ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഖുൽ, അപ്പോ നബിയെ പറയുക, ലം തുഅ്മിനു, നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല? വിശ്വസിച്ചിട്ടില്ല. വലാകിൻ ഖൂലു, നിങ്ങൾ പറഞ്ഞോളി, അസ്ലംന, ഞങ്ങൾ മുസ്ലിമീങ്ങളായി എന്ന് പറഞ്ഞോളി, നിങ്ങൾ മുഅ്മിനുകളായി എന്ന് പറയണ്ട. വലമ്മാ യദ്ഖുലിൽ ഈമാനു ഫീ ഖുലൂബിക്കും, നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ഈമാൻ പ്രവേശിച്ചേക്കാം. നിങ്ങൾ മുസ്ലിം ആയി എന്ന് പറഞ്ഞാൽ മതി, മുഅ്മിൻ ഒരു പക്ഷേ ആയേക്കാം എന്നെന്ത് ചെയ്യാണ് ഇവിടെ അള്ളാഹു പറയാണ്. അപ്പോ ചിലപ്പോ അടുത്ത സമയത്ത് ആകാൻ സാധ്യതയുണ്ട് എന്നുള്ളതിനാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഇതാണ് പിന്നെ ലമ്മയുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. പിന്നെ ഇതിന്റെ കുറച്ചും കൂടി ഉണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കുകയും തംരീൻ എടുത്ത് ഈ പാഠം പൂർത്തിയാക്കുകയും ചെയ്യാം. ക്ലിയർ ആയിട്ടുണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത്. ഹദാ വല്ലാഹു തആല അഅലം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക നശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത വനസ്തഗ്ഫിറുക വനതൂബു ഇലൈക്.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി